ഒന്നും പറയാല്ല, മമ്മൂട്ടി വെറുതെ സീൻ, അടിപൊളി. മമ്മൂട്ടിയുടെ അഭിനയം പറയേണ്ട കാര്യമില്ല. തിയേറ്റർ തന്നെ കാണണം, മസ്റ്റ് വാച്ച്. അഭിനയം നല്ലായിരുന്നു. ഓരോ ഈ പ്രായത്തിലും എന്തോ കാണിച്ചു വെക്കുന്നു, ഒരു അപാരം. അത് പുതിയ തീമ, അത് കൊള്ളാം. അത് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറുതായിട്ട് പെട്ടെന്ന് സൗണ്ട് ഒക്കെ വരുമ്പോ അങ്ങനെ നല്ലതായിരുന്നു. മമ്മൂട്ടിയുടെ ആക്ടിങ് മൊത്തത്തിൽ ഇഷ്ടമായി. എന്താ ഇതുവരെ കാണാത്തൊരു മമ്മൂക്ക. ഒത്തിരി മമ്മൂക്ക റോൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഫ്രഷ് ആണ്. മമ്മൂക്ക ഒരു രക്ഷയില്ല. മേക്കിംഗ്, ആർട്ട് വർക്ക്, മ്യൂസിക് എല്ലാം കൊണ്ടും അപ്പാട്. ഒന്നും പറയാം. എങ്ങോട്ടാ പോണത് നമുക്ക് മനസ്സിലായി. നമുക്ക് വേറെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നൊരു ഫീലാണ്. നമുക്ക് പടം കണ്ടിട്ട് ആ ഒരു കിക്ക് കാണുന്നില്ല. നമ്മളെ ആ മനക്കകത്ത് കൊണ്ടെത്തിക്കുന്ന ഒരു ഫീലാണ്. എല്ലാവരും കട്ടക്കാണ്. ഒരു തരത്തിൽ നമുക്ക് താമര പെർഫോമൻസ് അവര് ക്യാരക്ടറായിട്ടാണ്. നമുക്ക് ആ ആക്ടേഴ്സ് ആയിട്ട് തോന്നുന്നില്ല. ക്യാരക്ടേഴ്സ് പക്ക അത് പിടിച്ച് അവസാനം പിടിച്ചിട്ടുണ്ട്. ത്രില്ലിങ് എക്സ്പീരിയൻസ്, ഒന്നും പറയാം. മസ്റ്റ് വാച്ച് തിയേറ്റർ. മാന്ത്രിക നോവൽ പോലെയാണ് തോന്നിയത്. ഒരു പഴയ കാലഘട്ടത്തിന്റെ കാണിക്കാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തത്. സിനിമയാ, ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. മമ്മൂട്ടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമ, സൂപ്പറാണ്. നല്ല സിനിമയാണ്. അർജുൻ അവരെല്ലാവരും നല്ല സിനിമയാണ്. സിദ്ധാർത്ഥം ഒക്കെ സൂപ്പർ. സിദ്ധാർത്ഥം അതെ. ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പല്ല് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഇതിൽ വെച്ച് നോക്കുമ്പോൾ അടിപൊളി, അടിപൊളി. വളരെ ഇഷ്ടമാണ്. വളരെ ഇഷ്ടപ്പെട്ടു. അഭിനയം നല്ലായിരുന്നു. നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇല്ല, ഞാനൊരു മമ്മൂട്ടി ഫാനൊന്നും അല്ല, ഞാൻ ലാലേട്ടൻ ഫാനാണ്. നന്നായിട്ടുണ്ട്. ഇല്ല ഇല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഒരു സിനിമ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കാണുന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ആ ഒരു ഗൂസ് ബംസ് പോയിട്ടില്ല. മമ്മൂക്ക ഒരു രക്ഷയില്ല. മമ്മൂക്കയുടെ അഭിനയം വെച്ച് നോക്കിയാൽ ഓസ്കാർ പറയാൻ പറ്റും. സിനിമ അടിപൊളി. ഇല്ല കണ്ടിട്ടില്ല. അടിപൊളിയായിരുന്നു. പോയ കാലം തിരിച്ചു വന്നു. നല്ലോണം. അതെ അതെ, അഭിനയം പൊളിയാണ്. മമ്മൂട്ടിയുടെ അഭിനയം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെ, പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. നേരത്തെ അതിന് മുന്നേ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് നമുക്ക് അത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിനും അത്ര ഇഷ്ടപ്പെടില്ല. കാരണം പക്ഷെ ഇത് അടിപൊളിയായിട്ട് നമുക്ക് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അങ്ങനെ നമുക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവില്ല. അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. മമ്മൂട്ടി കൊള്ളാം, സൂപ്പറാണ്.